നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങള് കണ്ണനും കണ്ണന്റെ അമ്മയും അല്ലേ കണ്ണ? കണ്ണനും പിന്നെ ആരുള്ള ഇവിടെ? കണ്ണൻ മാത്രമാണോ ഉള്ളത്? കണ്ണന് വേറെ ആരും ഉള്ളതെന്ന് കണ്ണൻ കാണിച്ചു തരൂ കേട്ടാ. വേറെ ആരും ഉള്ള ഇവിടെ? അമ്മേ, കണ്ണനും കണ്ണന്റെ വണ്ടിയും. വേറെ ആരും ഉള്ള വണ്ടി കൂടാണ്ട്? മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടാ? ആരുള്ളേ? എടാ എന്നെ നോക്ക്, എന്നെ കണ്ടില്ലേ? എന്നെ ഞാൻ ഉദ്ദേശിച്ചേ. കണ്ണൻ വേറെ നോക്കണം. അമ്മയുടെ പേരൊന്നും ഇനി പറയണ്ടല്ലോ. വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടാന്ന് വെച്ച് നോക്കണല്ലേ? എന്നെ പറയില്ലേ? കണ്ണൻ എന്നെ സാരിയൊക്കെ കൊടുത്തിട്ടേ കണ്ണൻ നോക്കി. അമ്മ എന്ത് വില പട്ട് സാരിയൊക്കെ കൊടുത്തിരിക്കണ്ടല്ലോ. കല്യാണത്തിന് അങ്ങ് പോവാണോന്ന്. പോട്ടെ, കല്യാണത്തിന് പോട്ടെ അമ്മ. ഒരു കല്യാണം ഉണ്ടായിരുന്നു, പോയിട്ട് പറ്റേ? കല്യാണത്തിന് പോയാലോ? കണ്ണനെ ഒരു ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് വാ. എനിക്ക് ഷർട്ടും പാൻറ്റൊക്കെ എടുത്തിട്ടിട്ട് വാ. അല്ലെങ്കിൽ മുണ്ടും ഷർട്ടൊക്കെ എടുത്തിട്ട് വാ. ഇത് കല്യാണത്തിന് പോയാലോ നമുക്ക്? നീ വണ്ടിയിൽ പോവാം. വണ്ടിയിൽ പോയാലോ? തീവണ്ടി കുകിപ്പായും തീവണ്ടിയിൽ പോയാലോ നമുക്ക്? അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, വീട്ടിലെ ഏത് കൂതറ കൊലത്തിലാണോ നിൽക്കുന്നത് ആ കൊലത്തിൽ തന്നെ വന്നിരുന്നിട്ട് നമ്മൾ വീഡിയോസ് എടുക്കാറ്. എപ്പോഴെങ്കിലുമൊക്കെ വല്ല റീൽസൊക്കെ എടുക്കാനൊക്കെ ആണെങ്കിലും ഡ്രസ്സൊക്കെ മാറിയിട്ടൊക്കെ റീൽസൊക്കെ എടുക്കുമ്പോൾ കുറേ പേര് വന്ന് പറയാറുണ്ട്, സ്വാധീനം വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നല്ല പുറത്ത് പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണാറുള്ളൂ. വീഡിയോയിലൊക്കെ മിക്കപ്പോഴും വീട്ടിൽ നിൽക്കുന്ന ആ ഒരു ടീഷർട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് എപ്പോഴും ഞാൻ വീഡിയോസിൽ വരാറുള്ളത്. ഇതിപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ, 1-2 റീൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയതായിരുന്നു. അപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇന്ന് പറയണോ നാളെ പറയണോ എല്ലാം ഒന്ന് കൺഫേം ആയതിനു ശേഷം നിങ്ങളുടെ അടുത്ത് വന്ന് പറയാമെന്ന് വിചാരിച്ച് കുറച്ചധികം ദിവസങ്ങളായിട്ട് മാറ്റി വെച്ച് കാത്തിരിക്കാന്ന് പറയില്ലേ, നിങ്ങളുടെ അടുത്ത് ഈ സന്തോഷങ്ങളൊക്കെ വന്ന് പറയാനായിട്ട് ഞാൻ ശരിക്കും ഭയങ്കര കാത്തിരിപ്പിലായിരുന്നു. നിങ്ങളും കുറേ പേരൊക്കെ കട്ട വെയിറ്റിങ്ങിലായിരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ, അടുത്ത വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ ഞാൻ പറയാം എന്നൊക്കെ. വണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാറുണ്ടല്ലോ. അപ്പം ആ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം കണ്ണൻ പറയാന്ന് പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ എന്തിട്ടാന്ന്. കണ്ണൻ പറയോ? അടുത്ത തിങ്കളാഴ്ച നമ്മൾ എങ്ങടെ പോണേ? അടുത്ത തിങ്കളാഴ്ച തീവണ്ടിയിലാ പോണ്? ട്രെയിനിലാ പോണ്? കണ്ണൻ്റെ സ്കൂളിലേക്ക് പോവും. കണ്ണൻ്റെ സ്കൂളിലേക്ക് പോവോ? കണ്ണൻ്റെ സ്കൂൾ എവിടെയാ? കണ്ണൻ്റെ സ്കൂള് കൊടകര പറഞ്ഞേ, പറഞ്ഞു കൊടുക്ക്. കൊടകര KVUPS സ്കൂൾ മനക്കുളങ്ങര ആണോ? അതാണോ കണ്ണൻ്റെ സ്കൂള്? മനക്കുളങ്ങര സ്കൂളാണോ കണ്ണൻ്റെ? കൊടകരയിലുള്ള മനക്കുളങ്ങര സ്കൂളിലാണ് കണ്ണൻ പഠിക്കുന്നത് കേട്ടോ. മനക്കുളങ്ങര എന്ന് പറയുന്നത് ആ സ്ഥലപ്പേരാണ്. വഴിയമ്പലത്തിൽ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞ് മനക്കുളങ്ങര സ്കൂളാവും കേട്ടോ. കണ്ണൻ ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം തിങ്കളാഴ്ച ആ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അവിടെ നമുക്ക് ചെറിയൊരു വിശേഷമുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. എന്നിട്ടാ അവിടെ നടക്കാൻ പോകുന്ന വിശേഷം? എന്നിട്ടാ വിശേഷം? കണ്ണൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. എന്താ വിശേഷം? സ്കൂളിൽ എന്തിനാ പോണേ നമ്മള്? അതിനാണ് പോണത്. ഏതിന്? ട്രെയിൻ ഓടിക്കാനാ പോന്നേ? അല്ല, ജൂൺ 8-ാം തീയതി. ഇതാണോ കാണിച്ചു കൊടുക്കേണ്ടത്? ഇതാണ് ജൂൺ 8-ാം തീയതി കണ്ണൻ്റെ അമ്മ എഴുതിയൊരു പുസ്തകം. ആണോ? കണ്ണനെ പറ്റിയും അതുപോലെയുള്ള കുറേ കുഞ്ഞുമക്കളെ പറ്റിയിട്ടൊക്കെ, അല്ലെങ്കിൽ കണ്ണൻ്റെ പോലെയുള്ള കുറേ കുട്ടികളുള്ള അമ്മമാർക്ക് ഒരു മോട്ടിവേഷൻ ആവാനായിട്ട് പാകത്തിന് ഒരു കൊച്ചു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പറയില്ലേ, ചില ഉറക്കമില്ലാത്ത രാത്രികൾ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു. അപ്പം എനിക്കിങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് ഉറക്കമില്ലാണ്ടൊക്കെ ഇരിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആകെ ഒരു ഏകാന്തമായി ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്കിങ്ങനെ തോന്നുകയാണ് നമ്മുടെ മനസ്സിൽ ഒന്ന് എഴുതിയാലോ. അങ്ങനെയാണ് പലർക്കും പല കഥകളും പല കവിതകളും ഒക്കെ വരാല്ലേ. അപ്പം അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ് എനിക്ക് എഴുതാനൊന്നും അറിയില്ല. ഞാൻ അധികം അങ്ങനെ വായിക്കുന്ന കൂട്ടത്തിലല്ല. കുറേ ബുക്കുകളൊന്നും വായിച്ചിട്ടുള്ളൊരു ശീലമോ ഒന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ എഴുതി നോക്കാറില്ല. അങ്ങനെ ഒന്നുമായിട്ട് എനിക്ക് ഒരു
സത്യം പറഞ്ഞ ഒരു കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കിങ്ങനെ കഴിവുള്ളവർ പലതും ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ എനിക്ക് അവരോടൊക്കെ ഭയങ്കര ഒരു ആദരവൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കഴിവുള്ളവരുടെ കഴിവുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്ന ഒരു ആരാധന, ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കാണ്ട് അവരൊക്കെ ഭയങ്കര അസാധ്യമായ കഴിവാണെന്നൊക്കെ എനിക്ക് വിചാരിക്കും. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ വിചാരിക്കും. പക്ഷെ ഈ കഴിവുകൾ എന്നൊന്നും പറയുന്നത് എന്താ പറയാ, ജനിച്ചു വീഴുമ്പോഴേ അവർക്ക് അതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാം നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വരുന്നതാ. ഇപ്പൊ എനിക്ക് എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിച്ച് ഡാൻസ് കളിക്കാൻ അറിയില്ല, പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. നമ്മള് ഒരു പ്രാവശ്യം അത് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തേൽ അത് അത്ര വലിയ നന്നാവുന്നില്ല, രണ്ടാമതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഒന്നാമത് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആവും. മൂന്നാമതൊന്ന് ചെയ്ത് നോക്കാം, അപ്പൊ രണ്ടാമത്തേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആവും. അങ്ങനെ നാലാമത് ചെയ്ത് അഞ്ചാമത് ചെയ്ത് അങ്ങനെയാകുമ്പോൾ നമ്മൾ ഏറ്റവും മികച്ചതിലേക്ക് നമ്മൾക്ക് എത്തും. അല്ലാണ്ട് നമ്മുടെ ഒന്നാമത് നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തിൽ തന്നെ നമ്മൾ മികച്ചതാവണം നമ്മൾ വാശി പിടിച്ച് നടക്കില്ല. അത് ഇപ്പൊ ഏറ്റവും മികച്ചവരായി നിൽക്കുന്നവരും അവരുടെ ഒന്നാമത് ചെയ്ത അവരുടെ കാര്യങ്ങളിൽ അവർ മികച്ചവരായിരുന്നിരിക്കില്ല. പക്ഷെ അവർ ചെയ്ത് അവര് കുറച്ചധികം എണ്ണങ്ങൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ അവരേറ്റവും മികച്ചവരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരു കാര്യം പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നാളുകളായി എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, എനിക്കിത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊന്നുള്ളൊരു കോൺഫിഡൻസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി, എന്തുകൊണ്ട് ചെയ്തുകൂടാ, നമ്മൾക്ക് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ ചെയ്തതാണ് ഒരു ബുക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയ കോപ്പിയാണ് കേട്ടോ, അതിൻ്റെ ഒറിജിനൽ കോപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അതാണ് കേട്ടോ. അത് നമുക്ക് ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളിപ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ, നമുക്കത് പ്രകാശനമൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഇതാണ് എൻ്റെ കയ്യിലുള്ളൂ. ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അതിപ്പോൾ എനിക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രകാശനമൊക്കെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ ബുക്ക് കാണിക്കാം. ബുക്ക് ആവശ്യമുള്ളവരൊക്കെ വാങ്ങണം. അപ്പം നമ്മുടെ പ്രകാശനം ജൂലൈ 8-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 കണ്ണൻ പഠിക്കുന്ന എന്ന് പറയാൻ പറ്റില്ല, കണ്ണനെ ചേർത്തിട്ടുള്ള അടുത്ത സ്റ്റുഡൻ്റ് ആണ് കണ്ണൻ. മനക്കുളങ്ങര സ്കൂളിൽ വെച്ചിട്ട്, കൊടകര മനക്കുളങ്ങര KV UPS സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്നത്. കൂടാതെ അതിനോടൊപ്പം ഞാനൊരു കൊച്ചു പാട്ട് പോലെ, അത് എൻ്റെ മനസ്സിലുള്ള അമ്മ എൻ്റെ മോനെ സങ്കല്പിച്ചും കൊണ്ട് എഴുതിയ കുറച്ച് വരികൾ. അതിങ്ങനെ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ എഴുതിയതാണ്. അതിങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നിയത് ആരെങ്കിലും പാടിയൊന്ന് കേൾക്കണം എന്നൊരാഗ്രഹം. കുറേ പേർക്ക് പാട്ട് അയച്ചു കൊടുത്തു, ഓരോരുത്തരും ഓരോ ട്യൂണിട്ട് അതെനിക്ക് പാടി തന്നു. അപ്പം എനിക്കൊരാഗ്രഹം, ജസ്റ്റ് അങ്ങനെ ട്യൂണിട്ട് മാത്രം കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു നല്ലൊരു ഫീൽ അങ്ങോട്ട് കിട്ടുന്നില്ല. അതൊന്ന് കമ്പോസൊക്കെ ചെയ്ത് അതിൽ വരേണ്ട നമ്മൾ ശരിക്കും കമ്പോസ് ചെയ്യുമ്പോഴുള്ള അങ്ങനത്തെ ട്യൂൺസൊക്കെ കേട്ടിട്ട് അത് ചെയ്യുമ്പോൾ അതൊന്നും കൂടെ ഭംഗിയാവില്ലേ. അപ്പം അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴി എനിക്ക് അതും അങ്ങനെ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മളിങ്ങനെ സോങ് ആക്കിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചേക്കായിരുന്നു. ഞാൻ എഴുതിയ വരികൾ അത് പാട്ടായിട്ട് കേൾക്കുമ്പോൾ സന്തോഷത്തോടു കൂടെ ഇങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു. പിന്നീട് എനിക്ക് തോന്നി, അത് എന്തുകൊണ്ട് നമുക്കൊരു ആൽബമായിട്ട് ചെയ്തുകൂടാ. ഞാൻ കണ്ണന് വേണ്ടി എഴുതിയ വരികളാണ്. അത് കണ്ണനെ കാണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ണനെ ഞാൻ കാണിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പം അതുപോലെ തന്നെ എനിക്കതൊരു ആൽബമായിട്ട് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായി. അതും നമ്മൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രകാശനം എന്നല്ല പറയാം, പ്രദർശനം അല്ലേ, ആ ഒരു വീഡിയോ പ്രദർശനം കൂടെ നമ്മൾ അതൊന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അന്ന് തന്നെയാണ് ജൂലൈ 8 തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് വരുന്നത് പ്രശസ്ത സിനിമാ നിർമ്മാതാവ് പ്രൊഡ്യൂസർ രഞ്ജിത്ത് സാറാണ് കേട്ടോ. അപ്പോൾ രഞ്ജിത്ത് സാറിന് എനിക്ക് കുറച്ചധികം നാളായിട്ട് നല്ല പരിചയമാണ്. അപ്പോൾ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ മീര ജാസ്മിനും നരയനും അഭിനയിച്ചിട്ടുള്ള ക്യൂൻ എലിസബത്ത് ആണ് ഏറ്റവും അവസാനം സാറിൻ്റെ റിലീസായിരിക്കുന്ന പടം. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ജയസൂര്യ നായകനായുള്ള വെള്ളം മൂവിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് സാറാണ് കേട്ടോ. സാറാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. നമ്മുടെ പ്രോഗ്രാമിന്റെ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ആക്ടർ എന്ന് തന്നെ വേണം പറയാനായിട്ട്, ഇർഷാദ് അലി. കുറേ സിനിമകളിലുണ്ട്. അപ്പോൾ സാറാണ് നമ്മളുടെ ആ ഒരു
മുഖ്യ അതിഥിയായിട്ട് വരുന്നത്. അപ്പോൾ സാറിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ലോഞ്ചിങ്ങിൻ്റെ ആ വീഡിയോ അവിടെ ഒന്ന് ലോഞ്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതൊന്ന് ആദ്യമായിട്ട് പ്ലേ ചെയ്യിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് സാറിനെ കൊണ്ടാണ്. അപ്പോൾ സാറാണ് ആ ഒരു കൃത്യനിർവഹണത്തിനായിട്ട് നമ്മളുടെ ഇടയ്ക്ക് വരുന്നത്. പിന്നെ ആദ്യത്തെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് കണ്ണൻ്റെ ഡോക്ടറാണ്. ആരാ കണ്ണൻ്റെ ഡോക്ടർ? ആദ്യത്തെ പുസ്തകം ഞാൻ കൈമാറുന്നത് നമ്മുടെ കണ്ണൻ്റെ ഡോക്ടറായ സംഗീത ഡോക്ടർക്കാണ് കേട്ടോ. പിന്നെ ആ ചടങ്ങിൽ അവിടുത്തെ സ്കൂളിൻ്റെ AEO BRCയുടെ ഭാഗത്തു നിന്നുള്ളവർ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, എല്ലാവരും തന്നെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലേ കണ്ണ? അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചടങ്ങൊക്കെ ഭംഗിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പബ്ലിക്കായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ചിലർക്ക് കുറേ പേരൊന്നും നാട്ടിലുള്ളവരല്ല, നമ്മളൊക്കെ അറിയാം കുറേ പേരൊന്നും നാട്ടിലുള്ളവരല്ല. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ തന്നെ എത്തിച്ചേരുക. പിന്നെ എത്തിച്ചേരുന്ന ഉറപ്പുള്ളവർ ഞാൻ താഴെ എൻ്റെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ചിലർക്കൊന്നും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് നമ്പർ എടുക്കാനായിട്ട് അറിയാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ തന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. വരുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. കാരണം നമ്മളിങ്ങനെ ഒരു ചടങ്ങ് നടത്തുമ്പോഴേ കുറേ പേരൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു എണ്ണം വേണം ഏകദേശം. എല്ലാം മൊത്തത്തിൽ നമ്മത് ഒരു പബ്ലിക് പ്രോഗ്രാം ആയിട്ടാണ് നടത്തുന്നത്. നാട്ടുകാരും എല്ലാവിധ ആളുകളെയും വിളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാമായിട്ട് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ആളുകളുടെ ചെറിയൊരു എണ്ണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വരാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുക്കുന്ന നമ്പർ എൻ്റെ നമ്പറാണ്. ഇതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിവരം അറിയിക്കുക, ഞങ്ങൾ വരുന്നുണ്ട് എന്നൊന്നും എൻ്റെ അടുത്തൊന്ന് പറയാം കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് പറയാം വേണ്ട, ഒന്നും കൂടെ ഒക്കെ സെറ്റ് ആവട്ടെ, ഡേറ്റൊക്കെ ഒന്ന് കൺഫേം ആവട്ടെ, ആരൊക്കെ വരുന്നുള്ളതൊക്കെ ഒന്ന് ഉറപ്പിക്കട്ടെ, ബുക്കാണെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പബ്ലിക്കായിട്ട് ഈ വീഡിയോ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നും ഒരു വ്യക്തത ഇല്ലാതെ പറഞ്ഞു പോകരുതല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ മാറ്റി കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയാണ്. പറ്റാവുന്ന എല്ലാവരും തന്നെ ഈ ഒരു ചടങ്ങിൽ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം. കുറേ പേർക്കൊക്കെ നമ്മളെ കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും അല്ലേ? അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ മാത്രമല്ല, ഇപ്പോൾ എന്താ പറയുക, അവിടെ വരുന്ന ഈ ആക്ടറാണ് ഇർഷാദൊക്കെ ആക്ടറാണ്. അപ്പം അദ്ദേഹത്തിനെയൊക്കെ ഒന്ന് കാണാം. എല്ലാം കൊണ്ടും എല്ലാവരെയും കാണാം, സ്കൂള് കാണാം. പിന്നെ ഒരുപാട് പേര് അവിടെ ഉണ്ടാവും, കണ്ട കൂട്ടുകാരെ കാണാം, എല്ലാവരെയും കാണാം. അപ്പം ഞാൻ എല്ലാവരെയും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് കേട്ടോ. ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ ഡ്രസ്സ് മാറിയിരിക്കാൻ തന്നെ കാരണം ഒരുപക്ഷെ അതായിരിക്കാം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇന്ന് പറയണം അല്ലെങ്കിൽ നാളെ പറയണം എന്നൊക്കെ ആഗ്രഹിച്ച് കൊതിച്ചിരുന്നിട്ട് എത്തിയ ഒരു കാര്യമാണിത്. അപ്പോൾ അതെനിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ എനിക്കൊരു തിടുക്കമായിരുന്നു എനിക്ക്. പക്ഷെ എല്ലാം കൺഫേം ആവാണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത്രയും ഒരു സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതിയ ആ പാട്ട് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടും. നമ്മുടെ അതൊന്ന് ലോഞ്ച് ചെയ്യുന്ന പരിപാടികളൊക്കെ ഒന്ന് കഴിയട്ടെ. നമ്മൾക്ക് ആദ്യം അവിടെ പ്ലേ ചെയ്ത് അതിൻ്റെ ഒരു പ്രദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ചാനലിലിടും. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടല്ലേ? കാരണം എല്ലാവർക്കും കാണാൻ വേണ്ടി നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് ഞാനത് പബ്ലിക്കായിട്ട് നിങ്ങൾ എല്ലാവരെയും കാണിക്കും. അപ്പം അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ സംഭവങ്ങളും സെറ്റായിട്ട് അടുത്ത ദിവസങ്ങളിൽ എനിക്കത് കിട്ടും. അപ്പം എല്ലാം സന്തോഷമായിട്ടിരിക്കണം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഇനി വിരലിൽ ഉണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. കട്ട വെയിറ്റിങ്ങിലാണ് എല്ലാ പ്രോഗ്രാമുകളും നല്ല രീതിയിൽ നടക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര വെയിറ്റിങ്ങിലാണ് ഞാൻ അല്ലേ കണ്ണ? കണ്ണനും ഭയങ്കര സന്തോഷത്തിലല്ലേ? കണ്ണനെ പറ്റി അല്ലെങ്കിൽ കണ്ണനെ പോലെയുള്ള ഉണ്ണികളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ അമ്മമാർക്കൊരു മോട്ടിവേഷൻ ആവാനായിട്ട് അമ്മ ഒരു ബുക്ക് എഴുതി. പിന്നെ കണ്ണനെ പറ്റിയിട്ട് അമ്മ ഒരു പാട്ട് എഴുതി. ആണോ? അപ്പം അതൊക്കെയാണ് നമ്മൾ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അല്ലേ കണ്ണ? അപ്പം കണ്ണനെ ഏറ്റവും ഇഷ്ടം അറിയാ? ഇതൊക്കെ ചെയ്തെങ്കിൽ കണ്ണനെ ഏറ്റവും ഇഷ്ടം അറിയാ? ഇതൊക്കെ ചെയ്തു അപ്പം ഏറ്റവും ഇഷ്ടം അറിയാ? അമ്മയുടെ കുട്ടിക്ക് അമ്മേനെ തന്നെയായിട്ട് ഏറ്റവും ഇഷ്ടം അല്ലേ? ഇപ്പൊ കുറെ ആന്റിമാര് വന്നിട്ട് പറയേ കണ്ണൻ സ്വാതിയുടെ മാത്രം ഉണ്ണിയൊന്നും അല്ല, ഞങ്ങളുടെയും കൂടെ കുഞ്ഞുവാവയാ എന്ന് പറയും. അപ്പൊ കണ്ണനെ എന്താ പറയാ?
കണ്ണൻ ആരുടെ ഉണ്ണിയാന്നാ പറയാ? കണ്ണൻ ആരുടെ ഉണ്ണിയാ? ആരുടെ ഉണ്ണിയാ? ആരുടെ ഉണ്ണി? എൻ്റെ ഉണ്ണി ആൻറ്റിമാരുടെയും കൂടി ഉണ്ണിയാട്ടാ. ആൻറ്റിമാരുടെയും കൂടെ ഉണ്ണിയാട്ടാ. അപ്പം നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ വായയിലെ വെള്ളമൊക്കെ പറ്റി. ഞാനിപ്പോൾ ഈ വീഡിയോ നിർത്താണ് കേട്ടോ. കുറേ പരിപാടികളുണ്ട്. തിക്കും തിരക്കും ബഹളം നമ്മൾ പറയില്ലേ, ഒന്നും ചെയ്യാനായിട്ട് ഇപ്പോൾ ഇന്നലെയും ഇന്നും ഷൂട്ടും കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇങ്ങനെ പിന്നിലായിട്ട് ഇങ്ങനെ നിന്നിട്ടേ ഒന്നിനും നേരമില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നതും അതാ. നമ്മുടെ ലൈഫ് എത്രത്തോളം നമ്മൾ തിരക്കുള്ളതാക്കി മാറ്റുന്നു അത്രത്തോളം നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കുറയും, നമ്മൾ മൈൻഡൊക്കെ കൂളാവും, നമ്മൾ ഹാപ്പി ആവും. അപ്പം എല്ലാവരും തിരക്കിനെ സ്നേഹിക്കാൻ പഠിക്കുക. അപ്പം നിങ്ങൾ സന്തോഷത്തെ ഇങ്ങോട്ട് സ്വീകരിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം തിരക്കിലാവുന്നു അത്രത്തോളം നമുക്ക് സന്തോഷം ഉണ്ടാവുക ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്താണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പിന്നെ മറക്കണ്ട, ജൂലൈ 8 തിങ്കളാഴ്ച രാവിലെ 10:30 മണി എല്ലാവരും അവിടെ ഉണ്ടാവണം കേട്ടോ. നമുക്ക് അവിടെ വെച്ച് കാണാം അല്ലേ? അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞേ, നമുക്ക് അവിടെ വെച്ച് കാണാം. എന്തെങ്കിലും വഴി അറിയാണ്ടോ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് സ്ഥലം അറിയില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ ലൊക്കേഷൻ ഇട്ടുതരാം. നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ച് കാണാൻ നമ്മുടെ പ്രോഗ്രാം അടിപൊളിയാക്കാം. രഞ്ജിത്ത് സാറും ഇർഷാദൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം നമുക്ക് അടിപൊളിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും നിങ്ങളോട് പറയാണ്, നിങ്ങളും കൂടെ വരിക, നമുക്ക് പ്രോഗ്രാം അടിപൊളിയാക്കണം, അടിച്ചു പൊളിക്കാം അല്ലേ കണ്ണാ? ടാറ്റാ.